ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മെട്രിക്സസ് എന്നുള്ള കൺസെപ്റ്റിന്റെ 4ാമത്തെ പാർട്ടുമായിട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുപോലെ ഈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യും, അതിനുശേഷം സിമെട്രിക് മെട്രിക്സ് എന്താണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്, അതിനുള്ള എക്സാമ്പിൾസ്, അതുപോലെ അതുകൊണ്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പാർട്ടിലൂടെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതെല്ലാവരും നന്നായി മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. കൂടാതെ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ട്രാൻസ്പോസ് എന്ന് നോക്കാം. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം. The matrix obtained by interchanging the rows and columns of a given matrix is called transpose of that matrix. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ മെട്രിക്സിനെയാണ് ആ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് തന്നു, അതിന്റെ ട്രാൻസ്പോസ് നമ്മൾ എഴുതിയത് a raised to t എന്നാണ്. അതാണ് ഇവിടെ എഴുതിയത്. ട്രാൻസ്പോസ് ഓഫ് a can be expressed as a raised to t or a dash. അതായത് മുകളിലൊരു ഡാഷ് കൊടുക്കും. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. അതിൽ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക a raised to t എന്നുള്ളതാണ്. a ട്രാൻസ്പോസിന് യൂസ് ചെയ്യുക, അതും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് a എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നു, 1 2 3 1 0 4 എന്നുള്ള മെട്രിക്സ് തന്നു. എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് നമ്മള് എ ട്രാൻസ്പോസ് എഴുതി. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇവിടെ തന്നിരിക്കുന്ന റോയിൽ എന്താണ് എന്ന് പറഞ്ഞ മെട്രിക്സിലെ 1 2, അത് നമ്മള് ട്രാൻസ്പോസ് ചെയ്തുമ്പോൾ കോളാക്കിയിട്ട് മാറ്റണം. അപ്പൊ 1 2 എന്നുള്ള റോനെ നമ്മൾ കോളാക്കി 1 2 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ റോ എടുത്തൂടെ, എന്ന് പറഞ്ഞ മെട്രിക്സ് 3 1 ആണ്, അതിന് നമ്മൾ രണ്ടാമത്തെ കോളാക്കി 3 1. ഇനി മൂന്നാമത്തെ റോ എന്താ ഇവിടെ എന്ന് പറഞ്ഞ മെട്രിക്സിൽ 0 4 ആണ്, അതിന് നമ്മൾ മൂന്നാമത്തെ കോളാക്കി 0 4. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തപ്പോൾ നമുക്കൊരു പുതിയ മെട്രിക്സ് കിട്ടി. അതാണ് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്നത് എ എന്നുള്ള മെട്രിക്സ് ആണ്, അതുകൊണ്ട് അതിനെ നമ്മൾ എ ട്രാൻസ്പോസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് തന്നു വിചാരിക്കുക. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് 1 2 3 5 8 -1 ഇങ്ങനെയാണ് തന്നു വിചാരിക്കുക. അപ്പൊ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എങ്ങനെയാ എഴുതുക? തന്നിരിക്കുന്ന മെട്രിക്സിലെ ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ ആദ്യത്തെ റോ എന്താ നോക്കുക, 1 2 3, അത് ആദ്യത്തെ കോളാക്കി 1 2 3. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ രണ്ടാമത്തെ റോ എന്താണ്, അതിന് രണ്ടാമത്തെ കോളാക്കുക. രണ്ടാമത്തെ റോയിൽ 5 8 -1 ആണ്. അപ്പൊ അത് 5 8 -1. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ആദ്യത്തെ എക്സാമ്പിളിൽ എയുടെ ഓർഡർ എന്താണ്? ഇതിൽ എത്ര റോ ഉണ്ട്? 1 2 3, 3 റോ ഉണ്ട്. ബൈ എത്ര കോളം ഉണ്ട്? 1 2. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/2 ആണ്. നമ്മൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ എത്ര റോ ഉണ്ട്? 1 2. എത്ര കോളം ഉണ്ട്? 1 2 3. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായത്? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/2 ആണെങ്കിൽ അതിന് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ 2/3 മാറും. അത് നമുക്ക് ഇവിടെ അടുത്ത എക്സാമ്പിൾ നോക്കാം. ബിന്റെ ഓർഡർ എന്തായി? 1 2, 2 റോ ആണ്. ബൈ എത്ര കോളം ഉണ്ട്? 1 2 3. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് ട്രാൻസ്പോസ് എഴുതി. അപ്പൊ അതിലെ എത്ര റോ ഉണ്ട്? 1 2 3 3. ബൈ എത്ര കോളം ഉണ്ട്? 1 2. ഇവിടെ 2/3 എന്നുള്ള എന്തായി മാറി? ട്രാൻസ്പോസ് എടുത്തപ്പോൾ 2/3 എന്നുള്ള ട്രാൻസ്പോസ് എടുത്തപ്പോൾ എന്തായി മാറി? 3/2 എന്നായി മാറി. അപ്പൊ ഓർഡർ അത് തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്പോസ് എഴുതുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരു 4 പ്രോപ്പർട്ടി ഉണ്ട്. എല്ലാവരും നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് കടക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് എന്ന് നോക്കാം. നമുക്ക് 4 പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ പറഞ്ഞതാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതായത് ഒരു മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തിട്ട് വീണ്ടും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അതേ മെട്രിക്സിനെ തിരിച്ചു കിട്ടും നമുക്ക്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. അതായത് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അതിന് തുല്യം തന്നെയായിരിക്കും ആദ്യത്തെ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് രണ്ടാമത്തെ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? എ ബി, അതായത് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് തുല്യമായിരിക്കും എന്തിന്? ആ രണ്ടാമത്തെ മെട്രിക്സ് എ ബി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മെട്രിക്സ് ആയത് ബി ആണ്, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, അതുപോലെ എയുടെ ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്തു കഴിഞ്ഞാൽ
ഇതിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുപോലെ അവസാനത്തെ എന്താണ്, കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ് എന്നാണ്. ഇവിടെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. വേർ കെ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അതെന്താ പറഞ്ഞത്, ആ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് വെക്കുക, മെട്രിക്സ് എന്താണോ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എന്നിട്ട് ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും ഈ ഇടതുവശത്തുള്ളത് ചെയ്താൽ നമുക്ക് കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ മെട്രിക്സ് എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് 1 3 11 -8 ആണ് ശരിക്കും. അപ്പൊ നമ്മള് എ ട്രാൻസ്പോസ് എടുത്തു. എ ട്രാൻസ്പോസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ആദ്യത്തെ റോനെ ആദ്യത്തെ കോളാക്കി. ആദ്യത്തെ റോയില് 1 3 ആണ്, അത് ആദ്യത്തെ കോളാക്കി. അതുപോലെ രണ്ടാമത്തെ റോനെ രണ്ടാമത്തെ കോളാക്കി എഴുതി. അപ്പൊ 11 -8 കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞ എന്താ, ആ എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുക്കണം എന്നാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞത്. അപ്പൊ എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്, അതായത് ഈ കിട്ടിയ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുക്കുകയാണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ റോ എന്താ 111, അതിന് നമ്മൾ ഒന്നാമത്തെ കോളാക്കി 111. രണ്ടാമത്തെ റോയിൽ എന്താ 3 -8, അതിന് നമ്മൾ രണ്ടാമത്തെ കോളാക്കി 3 -8. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ, നമുക്ക് എന്താ കിട്ടിയ 1 3 11 -8. അത് നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഒരു തവണ എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ട് വിചാരിക്കാം. എ എന്നുള്ള മെട്രിക്സ് തന്നെ എടുക്കാം. നമുക്ക് ഒന്ന് 1 3 11 -8 എടുത്തു, 1 3 11 -8. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യണം. ഇതിവിടെ ആഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആഡ് ചെയ്യണമെങ്കിലുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെങ്കിലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് 2x2 ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. നമ്മൾ അതേമാതിരി ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യണം. 2 3 4 -6 സെയിം ഓർഡറിലുള്ള മെട്രിക്സ് കൺസിഡർ. ഇത് നമ്മളോട് പറഞ്ഞ എന്താ, a പ്ലസ് ബി ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന അതേ വാല്യൂ തന്നെയാണ് എന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് ബിന്റെ ട്രാൻസ്പോസ് എടുത്ത് പരസ്പരം ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എയും ബിയും ആഡ് ചെയ്യാം, എ പ്ലസ് ബി. അപ്പൊ ഞാൻ ആഡ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചതായതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എടുത്ത് എഴുതുന്നില്ല. കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 1 ഉം 2 ആഡ് ചെയ്തു 3, 3 ഉം 3 ആഡ് ചെയ്തു 6, 11 ഉം 4 ആഡ് ചെയ്തു 15, -8 ഉം -6 ആഡ് ചെയ്തു -14. ഇതാണ് എന്ത്, എ പ്ലസ് ബി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് നമ്മള് ട്രാൻസ്പോസ് അപ്ലൈ ചെയ്യണം. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്, എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. അപ്പൊ ഈ കിട്ടിയ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതാൻ പോവാണ്. ട്രാൻസ്പോസ് എഴുതാൻ ആദ്യത്തെ റോനെ കോളാക്കണം. അപ്പൊ 3 6 എന്നുള്ളത് കോളാക്കി 3 6. രണ്ടാമത്തെ റോനെ രണ്ടാമത്തെ കോളാക്കണം. അപ്പൊ 15 -14. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. ഇനി എന്താ പറഞ്ഞത്, എയുടെ ട്രാൻസ്പോസ് എടുത്തിട്ട് ബിയുടെ ട്രാൻസ്പോസും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ആൻസർ കിട്ടുന്ന. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്നുള്ള എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ എ ട്രാൻസ്പോസ് എഴുതാൻ പോവാണ്. അപ്പൊ എ ട്രാൻസ്പോസ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ ആദ്യത്തെ റോ കോളാക്കണം. 1 3 11 -8 എന്നുള്ള രണ്ടാമത്തെ റോനെ രണ്ടാമത്തെ കോളാക്കണം. 11 -8. അപ്പൊ എ ട്രാൻസ്പോസ് കിട്ടി. പ്ലസ് ഇനി ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്ത് അതിൽ ആദ്യത്തെ റോ എടുത്തിട്ട് ആദ്യത്തെ കോളാക്കി 2 3. ഇതാണ് ആദ്യത്തെ റോ, അത് കോളാക്കി. അതുപോലെ രണ്ടാമത്തെ റോ എടുത്തു, അതിന് രണ്ടാമത്തെ കോളാക്കുക 4 -6. ഇത് തമ്മിൽ ആഡ് ചെയ്തു. 1 ഉം 2 ആഡ് ചെയ്തു 3, 11 ഉം 4 ആഡ് ചെയ്തു 15, 3 ഉം 3 ആഡ് ചെയ്തു 6, -8 ഉം -6 ആഡ് ചെയ്തു -14. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എ പ്ലസ് ബി ചെയ്ത് ഉത്തരം കിട്ടി, അതിന്റെ ട്രാൻസ്പോസ് നമ്മൾ എടുത്തു, എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. അപ്പൊ നമുക്ക് 3 15 6 -14 എന്നാണ് കിട്ടിയത്. അതേ ആൻസർ തന്നെയാണ് നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ കിട്ടിയത്. നോക്കിക്കേ, 3 ഇവിടെ ഉള്ള 3 തന്നെ കിട്ടി, 15 15 6 -14. അപ്പൊ എന്ത് മനസ്സിലായി, therefore a plus b all transpose equal to a transpose plus b transpose. ഇത്രയും സിമ്പിൾ ആണ് കാര്യം. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്,
എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 2 3 4 എന്നുള്ള മെട്രിക്സ് ആണ് വിചാരിക്കുക. ബി എന്നുള്ള മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 0 4 5 എന്നുള്ള മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ പറഞ്ഞ എന്താ, എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതി 1 2 3 4. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് രണ്ടാമത് എടുത്ത് എഴുതണം. ഓർഡർ തെറ്റിക്കാൻ പാടില്ല. എ ബിയും ബി എയും തുല്യമല്ല. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് 1 0 4 5. ഇത് ഈക്വൽ ടു എങ്ങനെയാ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യത്തെ മെട്രിക്സിൽ ആദ്യത്തെ റോ എടുത്ത് രണ്ടാമത്തെ കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 1 into 1 പ്ലസ് 2 into 4. അത് ആദ്യത്തെ എലമെന്റ് ആക്കി എഴുതി. ഇനി അതേ റോ തന്നെ എടുത്ത് രണ്ടാമത്തെ കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 0 പ്ലസ് 2 into 5 2 into 5. അപ്പൊ ആദ്യത്തെ മെട്രിക്സിൽ ആദ്യത്തെ റോ എടുത്ത് രണ്ടാമത്തെ മെട്രിക്സിൽ രണ്ട് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ റോ എടുത്തു ആദ്യത്തെ മെട്രിക്സിലെ, അതെടുത്ത് ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ 3 into 1 പ്ലസ് 4 into 4. ഇനി അടുത്തത് അതേ റോ തന്നെ എടുത്തു രണ്ടാമത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 0 പ്ലസ് 4 into 5. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 into 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 8. 2 into 4 എന്ന് പറഞ്ഞാൽ 8. ഇത് 1 into 0 0 പ്ലസ് 10. 3 into 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 16. ഇത് 3 into 0 ആണ് 0 ആവും പ്ലസ് 4 into 5 20. അപ്പൊ നമുക്ക് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 10 19 20 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് എ ബി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് കാണണം? എ ബി ഓൾ ട്രാൻസ്പോസ് കാണണം. അപ്പൊ എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ട്രാൻസ്പോസ് കാണാൻ പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ ആദ്യത്തെ റോ ആദ്യത്തെ കോളാക്കുക. അപ്പൊ എന്താവും? 9 10. ആദ്യത്തെ റോനെ ആദ്യത്തെ കോളാക്കി, രണ്ടാമത്തെ റോ എടുത്തു അതിന് രണ്ടാമത്തെ കോളാക്കി 19 20. അപ്പൊ ഇതാണ് എന്ത് എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കാണണം? അത് എന്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു, അതിൽ ആദ്യത്തെ റോനെ ആദ്യത്തെ കോളാക്കുക. 1 0 എന്നാണ് ആദ്യത്തെ റോ, അത് കോളാക്കുമ്പോൾ 1 0 എന്ന് കിട്ടി. ഇനി 4 5 എന്നുള്ളതാണ് രണ്ടാമത്തെ റോ, അതിന് രണ്ടാമത്തെ കോളാക്കി 4 5. ഇനി എ ട്രാൻസ്പോസ് ഇവിടെ വളരെ ശ്രദ്ധിക്കണം. പ്ലസ് ചെയ്ത മാതിരി അല്ല, ഇൻറ്റു ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുക. ഓൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വരുന്നത്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ്. അത് ശ്രദ്ധിക്കണം. അപ്പൊ ബി ട്രാൻസ്പോസ് ആണ് ആദ്യം എഴുതി, രണ്ടാമത് എ ട്രാൻസ്പോസ് എഴുതുക. എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ ആദ്യത്തെ റോയില് 1 2 ആണ്, അത് ആദ്യത്തെ കോളാക്കി. രണ്ടാമത്തെ റോയില് 3 4 ആണ്, ഇത് രണ്ടാമത്തെ കോളാക്കി 3 4. ദാറ്റ്സ് ഈക്വൽ ടു ഇത് എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? അപ്പൊ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ തന്നെയാണ്. ആദ്യത്തെ മെട്രിക്സ് എടുത്തു, അതിലെ ആദ്യത്തെ റോ എടുത്തിട്ട് ആദ്യത്തെ കോളത്തിന് രണ്ടാമത്തെ മെട്രിക്സിൽ 1 into 1 പ്ലസ് 4 into 2. അപ്പൊ ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ. ഇനി അതേ റോ തന്നെ എടുത്ത് രണ്ടാമത്തെ കോളത്തിന് 1 into 3 പ്ലസ് 4 into 4 into 4. ഇനി എന്ത് ചെയ്യണം? അടുത്ത റോ എടുക്കണം, കാരണം ഇനി കോളം ഇല്ല മൾട്ടിപ്ലൈ. അപ്പൊ അടുത്ത റോ എടുത്തു, ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 0 into 1 പ്ലസ് 5 into 2. ഇനി രണ്ടാമത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 0 into 3 പ്ലസ് 5 into 4. അപ്പൊ എന്താ കിട്ടിയ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്തു. 1 into 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4 into 2 എന്ന് പറഞ്ഞാൽ 8. 1 into 3 3 പ്ലസ് 4 into 4 16. 0 into 1 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 5 into 2 എന്ന് പറഞ്ഞാൽ 10. 0 into 3 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 5 into 4 എന്ന് പറഞ്ഞാൽ 20. ദാറ്റ്സ് ഈക്വൽ ടു ഇത് ആഡ് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? 1 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 9. 3 പ്ലസ് 16 19. 0 പ്ലസ് 10 10. 0 പ്ലസ് 20 20. അപ്പൊ നമ്മൾ കിട്ടിയ ആൻസർ ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മളെ എ ബി ഓൾ ട്രാൻസ്പോസ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇവിടെ 9 19 9 19 10 20 10 20.
അപ്പൊ എന്ത് മനസ്സിലായി? എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി മനസ്സിലാക്കിയൊക്കെ. ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട് എക്സാമിന് ഇതുപോലുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? കെ എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. നമ്മളെ കെ എന്ന് പറഞ്ഞാല് ഒരു 2 ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു 5 6 -11 2 എന്നുള്ള മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം കെ എ ഓൾ ട്രാൻസ്പോസ് ആണ് കാണേണ്ടത്. അതിന് ആദ്യം കെ ഇൻറ്റു എ എത്രയാണ് കാണണം? കെ ഇൻറ്റു എ, അതായത് കെ എന്ന് പറഞ്ഞാൽ 2 ആണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് 5 6 -11 2 ആണ്. അപ്പൊ ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ എലിമെന്റിനെയും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നാണ്. അപ്പൊ എന്താ വരിക? 2 × 5 10 6 × 2 12 2 × -11 -22 2 × 2 4. ഇതാണ് എന്ത്? കെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി കെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പൊ എന്താ വരിക? ഈ കിട്ടിയ മെട്രിക്സിന്റെ ആദ്യത്തെ റോനെ ആദ്യത്തെ കോളാക്കി. അപ്പൊ എന്ത് വരും? 10 12 കോളാക്കി മാറ്റി. ആദ്യത്തെ റോനെ ആദ്യത്തെ കോളാക്കി. ഇനി രണ്ടാമത്തെ റോ എടുത്തു, -22 4 എന്നാണ്, അതിനെ രണ്ടാമത്തെ കോളാക്കി മാറ്റി. അപ്പൊ ഇതാണ് നമ്മളെ ഇപ്പൊ കിട്ടിയ കെ എ ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞത് എന്താ? ഇത് എന്തിനു തുല്യമായിരിക്കും എന്നാ പറഞ്ഞത്? കെ ഇൻറ്റു എ ട്രാൻസ്പോസിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? 2 ആണ്. എ ട്രാൻസ്പോസ് നമ്മൾ എഴുതണം. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് എഴുതാണ്. അതിലുള്ള ആദ്യത്തെ റോ നോക്കി 5 6, അതിന് ആദ്യത്തെ കോളാക്കി 5 6. ഇനി രണ്ടാമത്തെ റോ എന്താണ്? -11 2 ആണ്, അതിനെ രണ്ടാമത്തെ കോളാക്കി -11 2. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അതിലുള്ള എലമെന്റിനെ ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 × 5 10 2 × -11 -22 2 × 6 12 2 × 2 4. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ നോക്കിക്കേ. ഇതിന്റെ മുകളിൽ കിട്ടിയ ആൻസർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെ എ ഓൾ ട്രാൻസ്പോസ് എന്ന് കിട്ടിയ എന്താ? 10 -22. ഇവിടെയും കിട്ടിയ എന്താ? 10 -22 12 4 12 4. അപ്പൊ എന്ത് മനസ്സിലായി? കെ എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അതിൽ കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ നന്നായി മനസ്സിലാക്കുക, വീണ്ടും കണ്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ് എന്നുള്ള കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ നന്നായി മനസ്സിലാക്കുക. എന്താണ് സിമെട്രിക് മെട്രിക്സ്? എന്താ നമ്മൾ ഡെഫിനിഷൻ എഴുതിയത്? എ സ്ക്വയർ മെട്രിക്സ് ഈസ് said to be symmetric if it is same as its transpose. അതായത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് that is let A be any square matrix such that A transpose equal to A. A transpose equal to A. അതായത് ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ, എന്താ സ്ക്വയർ മെട്രിക്സ്? അതിന്റെ റോസും കോളംസിന്റെ എണ്ണം, റോയുടെയും കോളംസിന്റെയും എണ്ണം തുല്യമായി വരുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെ ഉത്തരം കിട്ടണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് അതിനെ നമ്മൾ എന്ത് പറയാ? ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാ. അപ്പം ഇവിടെ എഴുതിയതാണ് let A be any square matrix such that A transpose equal to A. A is said to be symmetric matrix. Okay, നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. എക്സാമ്പിൾ 1 ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെട്രിക്സ് A equal to A H G എന്നുള്ള മെട്രിക്സ് ആണ് ഇത്. ഇപ്പൊ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണോ നമ്മൾ നോക്കാൻ പോവാണ്. സിമെട്രിക് മെട്രിക്സ് ആണോ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു വെക്കുക. എ ട്രാൻസ്പോസ് എടുത്തു, ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പൊ ഇതിലെ ആദ്യത്തെ റോ അത് നമ്മൾ കോളാക്കി എ എച്ച്. ആദ്യത്തെ റോയില് എ എച്ച്, അത് കോളാക്കി. രണ്ടാമത്തെ റോ എടുത്തു, അതിന് രണ്ടാമത്തെ കോളാക്കി എച്ച് ജി. ഓക്കെ, നോക്കിക്കേ, എ എച്ച് എച്ച് ജി. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore A is symmetric. അതിനുള്ള കാരണം എന്താണ്?
എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതുകൊണ്ടാണ് ഇത് സിമെട്രിക് മെട്രിക്സ് ആണ് പറയാൻ കാരണം. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 2. നമ്മൾ ബി എന്നുള്ള മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുക. നമുക്ക് പേര് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ബി ഈക്വൽ ടു എ എച്ച് ജി ജി ഞാൻ ഈ ഒരു മെട്രിക്സ് എഴുതി. ഇത് ഈക്വൽ ടു അല്ല, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ബി ട്രാൻസ്പോസ് ഈക്വൽ ടു, ഇതിൽ ആദ്യത്തെ റോ എന്താ ഉള്ളത്? എ എച്ച് ജി. അത് കോളാക്കി. എ എച്ച് ജി ആദ്യത്തെ റോ കോളാക്കി. രണ്ടാമത്തെ റോ എടുത്തു എച്ച് എഫ് ഡി. അത് രണ്ടാമത്തെ കോളാക്കി എച്ച് എഫ് ഡി. ഓക്കെ, ഇനി മൂന്നാമത്തെ റോ എന്താ? ജി ഡി സി. അത് നമ്മൾ ജി ഡി സി മൂന്നാമത്തെ കോളാക്കി. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ ആദ്യത്തെ റോ എടുത്തു എ എച്ച് ജി. ഇവിടെ തന്നെയാണ് എച്ച് എഫ് ഡി ജി ഡി സി. അപ്പൊ നമ്മൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എന്ത് കിട്ടി? ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിട്ട് തന്നെ കിട്ടി? ബി എന്നുള്ള മെട്രിക്സിന് തുല്യമായിട്ട് തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore ബി ഈസ് സിമെട്രിക്. ഇത്രയും സിമ്പിൾ ആണ്. ഇങ്ങനെയാണ് സിമെട്രിക് ആണോ നോക്കുക. ഇനി നമ്മളോട് ഒരു സിമെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യത്തെ മെട്രിക്സ് എഴുതി. ഇത് എങ്ങനെയാണ് ഇവിടെ എഴുതുന്നത്? ഈ മെട്രിക്സ് എഴുതുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് പ്രത്യേക രീതിയിൽ തന്നെ എഴുതിയാലേ നമുക്ക് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ കിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ റോയിൽ എന്താ എഴുതി? എ എച്ച്. അത് തന്നെ എഴുതണം ആദ്യത്തെ കോളത്തിലും. ഇവിടെ എച്ച് എഴുതിയോണ്ട് ആദ്യത്തെ കോളത്തിലും ഇവിടെ എച്ച് തന്നെ എഴുതി. ഇവിടെ ഉള്ള എലിമെന്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഒരു 2x2 മെട്രിക്സ് ആകുമ്പോഴുള്ള കേസാണ് പറയുന്നത്. ഓക്കെ, ഇനി 3x3 ആകുമ്പോ എങ്ങനെയാണ് എഴുതുക? ആദ്യത്തെ റോയില് എ എച്ച് ജി. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എ ബി സി എന്നോ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇവിടെ എന്താണോ എഴുതിയത് എ എച്ച് ജി എന്നാണ് എഴുതിയെങ്കിൽ ആദ്യത്തെ കോളത്തിലും എ എച്ച് ജി എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഞങ്ങളെ ഡയഗണൽ എലിമെന്റ്, ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ കോർണറിന് ഈ കോർണറിലേക്ക് പോകുന്ന എലിമെന്റ്, അത് എന്ത് വേണമെങ്കിലും എഴുതാം. ഇവിടെ എ എഴുതി, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫ് എന്നോ ഡി എന്നോ ഇന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ഇവിടെ വേറൊരു എലിമെന്റ് എഴുതാം. പക്ഷെ ഈ രണ്ട് പൊസിഷനിൽ എഴുതുന്നത് ഇവിടെ എപ്പോഴും എഴുതുന്നത് സെയിം ആയിരിക്കണം. ഇവിടെ ഡി ആണെങ്കിൽ ഇവിടെ ഡി ആയിരിക്കണം, ഇവിടെ ഇ ആണെങ്കിൽ ഇവിടെ ഇ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെ കിട്ടും. ഇങ്ങനെയാണ് ഒരു സിമെട്രിക് മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. എക്സാമ്പിൾ 3. നമ്മൾ സി എന്നുള്ള ഒരു മെട്രിക്സ് എടുത്തു. 3x3 ആണ് എഴുതുന്നത്. ഞാൻ 1 2 -8 എന്നുള്ള എടുത്തു. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയും 2 എഴുതണം, ഇവിടെ -8 എഴുതണം. ഡയഗണൽ എലിമെന്റ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 3ഉം 5 എഴുതി. ഇവിടെ ഞാൻ 10 കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 10 എഴുതണം. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിക്കേ. സി ട്രാൻസ്പോസ് എടുത്ത് നോക്കിക്കേ. സി ട്രാൻസ്പോസ് ഈക്വൽ ടു ആദ്യത്തെ റോയിലുള്ളത് കോളാക്കി 1 2 -8. രണ്ടാമത്തെ റോയില് 2 3 10 ആണ്. അപ്പൊ 2 3 10 അത് രണ്ടാമത്തെ കോളാക്കി. മൂന്നാമത്തെ റോയില് -8 10 5 അത് മൂന്നാമത്തെ കോളാക്കി. അപ്പൊ നോക്കിക്കേ 1 2 -8 1 2 -8 2 3 10 2 3 10 -8 10 5 -8 10 5. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? സി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് തന്നെയാണ്? സി തന്നെയാണ്. അതുകൊണ്ട് സി ഈസ് സിമെട്രിക്. therefore സി ഈസ് സിമെട്രിക്. ഇങ്ങനെയാണ് ഒരു സിമെട്രിക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് സിമെട്രിക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ എക്സാമ്പിൾ ഒക്കെ ചോദിക്കാറുണ്ട്. ക്രിയേറ്റ് എ സിമെട്രിക് മെട്രിക്സ് 2 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പൊ 2x2 ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ റോൾ എന്താണ് എഴുതുന്നത്, അതിൽ രണ്ടാമത്തെ എലമെന്റ് തന്നെ ഇവിടെ എഴുതുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. 3x3 ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞ മാതിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്, നന്നായി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ ആയ കാര്യം തന്നെയാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആവണം. വളരെ ശ്രദ്ധിക്കണം. സിമെട്രിക് മെട്രിക്സ് ആയിരുന്നെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു a ആയിരുന്നു കിട്ടുക. സ്ക്യൂ സിമെട്രിക് ആയപ്പോൾ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമ്മളെ ഒന്നാമത്തെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ 1. നമ്മളിപ്പോ എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നത് എ എച്ച് -h g എന്നുള്ള മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്തത് വിചാരിക്കും. സോറി, ഇതല്ല, ഇവിടെ സീറോസ് ആയിരിക്കും കേട്ടോ. ഞാൻ എഴുതി മാറിപ്പോയതാണ്. അപ്പൊ നമ്മള് എ എന്ന് പറഞ്ഞ മെട്രിക്സ് കൺസിഡർ ചെയ്തത് ഇതിന്റെ ഡയഗണൽ എലിമെന്റ്സ് 0 ആണ്. ഇവിടെ h, ഇവിടെ -h.
ഓക്കെ, ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. അപ്പൊ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് കിട്ടി? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താ വരുന്നത്? ഇത് ട്രാൻസ്പോസ് എടുക്കാൻ റോ കോളാക്കി. അപ്പൊ 0 h ആദ്യത്തെ റോ കോളാക്കി, രണ്ടാമത്തെ റോ -h 0 എന്നിട്ട്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ. ഇപ്പൊ എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയത് അവിടെ വെച്ചു. നമ്മൾ -a എത്രയാണെന്ന് കാണാൻ പോവാ. -a എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനെ -2 a എന്നുള്ള മെട്രിക്സ് ഇവിടെ എഴുതി. a എന്ന് പറഞ്ഞാൽ എന്താ? 0 h -h 0. അപ്പൊ എല്ലാ എലിമെന്റിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്തായി മാറും? 0 -h. 0 നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ 0 നെ ഇത് പ്ലസ് മൈനസ് ഉള്ള മൈനസ് ആയി, മൈനസ് മൈനസ് ഉള്ളത് പ്ലസ് h ആയി. ഇത് 0 തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 0 -h h 0. അപ്പൊ നമ്മൾ എ ട്രാൻസ്പോസ് എടുത്തു. അപ്പൊ അത് കിട്ടി. അത് എന്തിനു തുല്യമാണെന്ന് പറഞ്ഞത്? -a. അപ്പൊ നമ്മൾ -a കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ. അതെന്താ? 0 -h h 0. ഓക്കെ, അപ്പൊ എ ട്രാൻസ്പോസ് എടുത്തപ്പോ -a ക്ക് തുല്യമായി. ഹിയർ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a. therefore a is skew symmetric. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എങ്ങനെയാണ് എഴുതിയത്? നമ്മള് ഒരു 2x2 സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്, അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് 0 ആയിരിക്കും. ഡയഗണൽ എലിമെന്റ്സ് 0 ആയിരിക്കും. ഇതിലെ ബാക്കി രണ്ട് എലിമെന്റ് വരുന്നത് ഒന്ന് ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആക്കണം, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആക്കി എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു 2x2 സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഒരു 3x3 സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എങ്ങനെ എഴുതുക നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മള് ബി എന്നുള്ള ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. അതില് ഞാനിവിടെ ആദ്യത്തെ റോയില് ആദ്യ ഡയഗണൽ എലിമെന്റ്സ് ആണ് ഞാൻ എഴുതി വെച്ചത്. 0 0 0 ആണ്. ഇനി ആദ്യത്തെ റോയിലൂടെ ഞാൻ h g എന്ന് എഴുതി. ഇവിടെ പോസിറ്റീവ് ആണ് എഴുതിയത്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ h മൈനസ് g നോക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇവിടെ h പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ആദ്യത്തെ കോളത്തിലേക്ക് എഴുതുമ്പോൾ h നെഗറ്റീവ് ആക്കിയിട്ട് -h, ഇവിടെ -g ആയതുകൊണ്ട് +g എന്ന് എഴുതാം. ഓക്കെ, ഈ ഡയഗണൽ എലിമെന്റ്സ് 0 ആയിരിക്കും കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലിമെന്റ് എഴുതാം. ഞാനിവിടെ f എന്ന് എഴുതി. അങ്ങനെയാണ് ഇവിടേക്ക് എഴുതുമ്പോൾ ഞാൻ എന്ത് എഴുതണം? -f എന്ന് എഴുതണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് എന്ന് എഴുതണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തേക്കുക. ഇപ്പൊ ബി ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ആദ്യത്തെ റോ എടുത്ത് കോളാക്കി. അപ്പൊ 0 h -g, രണ്ടാമത്തെ റോ എടുത്തു -h 0 f, മൂന്നാമത്തെ റോ എടുത്തു g -f 0. ഓക്കെ, അപ്പൊ ബി ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. ഇവിടെ ഇനി നമ്മൾ നോക്കേണ്ടത് -b ക്ക് തുല്യമാണോ ബി ട്രാൻസ്പോസ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് -b എന്താന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പൊ മൈനസ് ഇൻറ്റു ബി, ബി എന്ന് പറഞ്ഞാൽ 0 h -g -h 0 f g -f 0. that's equal to എന്താ വരിക? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 -h g, കാരണം മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് ആയി. അതേമാതിരി h 0 -f -g f, ഇവിടെ മൈനസ് മൈനസ് എന്നുള്ള പ്ലസ് ആവും 0, ബാക്കിയൊക്കെ മൈനസ് ആയി മാറി, പ്ലസ് ഉള്ളത് മൈനസ് ആയി മാറി. ഇനി നോക്കിക്കേ, -b എന്ന് പറഞ്ഞാലും ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും ഇവിടെ തുല്യമാണ്. നോക്കിക്കേ, 0 0 -h g g h h 0 0 -f -g f 0. അപ്പൊ ബി ട്രാൻസ്പോസും -b തുല്യമാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഹിയർ b transpose equal to -b, therefore b is skew symmetric. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പൊ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എങ്ങനെ എഴുതുന്നത് നന്നായി മനസ്സിലാക്കുക. എന്താ ചെയ്തത്? ഒരു 3x3 സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഡെവലപ്പ് ചെയ്യണേ. അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് 0 എഴുതുക. ആദ്യത്തെ റോയില് എന്താണ് എഴുതുന്നത് നോക്കുക, h -g. അപ്പൊ ആദ്യത്തെ കോളത്തിൽ എഴുതുമ്പോൾ അതിന്റെ സൈന് റിവേഴ്സ് ചെയ്യണം. ഇവിടെ +h ആയതുകൊണ്ട് ഇവിടെ -h ആക്കി, ഇവിടെ -g ആയതുകൊണ്ട് +g ആക്കി. പിന്നെ ഇവിടെ എന്ത് എലിമെന്റ് എഴുതിയോ അത് പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആക്കുക, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്താക്കണം? പ്ലസ് ആക്കണം. അത്രേ വ്യത്യാസമുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. നമ്പർ കൊടുക്കുമ്പോഴും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യേണ്ട. സ്ക്യൂ സിമെട്രിക് എഴുതുമ്പോൾ
ഡയഗണൽ എലിമെന്റ്സ് 0 ആക്കുക. ഇവിടെ 1 എഴുതി, ഇവിടെ -2 എഴുതിയിരിക്കുക. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ -1 എഴുതണം, ഇവിടെ -2 ആയതുകൊണ്ട് ഇവിടെ +2 എഴുതണം. ഇനി ഇവിടെ 3 കൊടുത്താൽ ഇവിടെ -3 എഴുതണം. ഇവിടെ -3 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ +3 എഴുതണം. ഇത്ര വ്യത്യാസമുള്ളൂ. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് കണ്ടു നോക്കുക, എന്നിട്ട് അത് അവിടെ വെക്കുക. പിന്നെ ആ തന്ന മെട്രിക്സിനെ -1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ സെയിം ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത്രയും സിമ്പിൾ ആയിട്ട് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മെട്രിസസ് എന്നുള്ള കൺസെപ്റ്റിന്റെ 4ാമത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? എന്താണ് ട്രാൻസ്പോസ് എന്ന് കണ്ടു, എങ്ങനെയാണ് ട്രാൻസ്പോസ് എഴുതുക എന്ന് മനസ്സിലാക്കി, അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എക്സാമ്പിൾസ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം സിമെട്രിക് മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ ഒരു സിമെട്രിക് മെട്രിക്സ് എഴുതാമെന്ന് പറഞ്ഞു, അതുപോലെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണെന്ന് കണ്ടു, അതുപോലെ അത് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോബ്ലംസുമായിട്ട്, അതായത് സിമെട്രിക് മെട്രിക്സ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന കൺസെപ്റ്റുകളുടെ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് വരുന്ന പാർട്ടിൽ കാണാം. അതുവരേക്കും എല്ലാവരും നന്നായി മനസ്സിലാക്കി ഈ കൺസെപ്റ്റ് പഠിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.